എൻ്റെ കയ്യിലൊന്നുമില്ല. അത് ഫീഡ് സാധാരണ ആൾക്കാർ ഫീഡ് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് കൈ കാണിക്കുമ്പോഴേക്കും വരുന്നത്. നമ്മളിപ്പോൾ ആനിമൽ ഫാമിൻ്റെ മുമ്പിലാണ്. ഇതാണ് നമ്മുടെ ഗ്രേവ്സ് പാർക്ക് ആനിമൽ ഫാം. ഇവിടെ ഫ്രീ അഡ്മിഷനാണ്, എൻട്രി ഫീസൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 AM to 3:30 PM ആണ് ഇവിടെ എൻട്രൻസ് ഉള്ളത്. നോ ഡോഗ്സ് അലൗഡ്. ഒരു കോഴിക്കോടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു ജപ്പാൻ ചൈനയിലും ജപ്പാനിലും കാണുന്ന ഒരു ബ്രീഡാണ്. സിൽക്കി എന്നാണ് പേര് പറഞ്ഞേക്കുന്നത്. ഇവിടെ ബ്രീഡിൻ്റെ പേര് സിൽക്കി. ഇതാണ് നമ്മുടെ ഹെർബേറിയൻ ഈവ്സ് എന്നാണ് ഇതിൻ്റെ പേര്. സ്മോൾ ബ്ലാക്ക് ഷീപ്പ് വിത്ത് കേളി ഹോൺസ്. അതാ സംഭവം. ഉറങ്ങും ആ പാവം. ഷീപ്പാണ്. ഇവിടെ നമുക്ക് ലാമ്പുണ്ട്. ഒരു ചെറിയ ഗെയിം സോൺ ഉണ്ട്. പക്ഷെ ഇത് പെയ്ഡാണ്. പേ ചെയ്യണം. ഇത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ JCB പോലത്തെ സെറ്റപ്പ്. പിന്നെ ഇത് ഈ സൈഡിലുണ്ട്. ഇത് ചെറിയ റൈഡ് പോലത്തെ സാധനം. ഇത് അനങ്ങത്തൊന്നുമില്ല. ഇവിടെ ഇതിനകത്ത് ചുമ്മാ പിള്ളേരെ ഇരുത്തി കളിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ഒരു ക്ലോ മെഷീൻ ഉണ്ട്. ഇതിനകത്ത് എന്താണെന്നറിയില്ല, എന്തൊക്കെയോ സർപ്രൈസ് ഗിഫ്റ്റുകളുണ്ട് സംഭവം. ഇതിനകത്ത് പേപ്പർ മാത്രമാണെങ്കിൽ പൈസ കൊടുത്തതിന് കാര്യമില്ല. ഇതൊരു ചെറിയ ഹോഴ്സ് ടൈപ്പ് സാധനമാണ്. ഇതിന് പേര് ട്വിങ്കിൾ പ്ലസ് സ്പ്രിങ്കിൾ. ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ആനിമൽസ്. കടിക്കരുത്. ചെറിയൊരു പേരുണ്ട് എന്നാലും. നമ്മളോട് കയറി വന്നു കഴിഞ്ഞ് ഇവിടെ ആനിമൽസിനെ കുറച്ച് പേരെ കണ്ടു കഴിഞ്ഞ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഗിഫ്റ്റ്സ് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പ് സാധനങ്ങളുണ്ട്. ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ആൻഡ് ദെൻ ഇവിടെ വരുമ്പോൾ പിള്ളേർക്ക് ഒരു ട്രാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രാക്ടറും 2 ട്രാക്ടറും കൊടുത്തിട്ടുണ്ട് ചെറുത്. അതിലെ കൂടെ പിള്ളേർക്ക് ഇങ്ങനെ ചുമ്മാ ഡ്രൈവ് ചെയ്യാം. ഇവിടെ ഒരു ഓപ്പറേഷൻ എഞ്ചിനീയർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ട്രാക്ടർ. ചുമ്മാ ഡമ്മി വെച്ചേക്കാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ കഫേ ഉണ്ട്. കുതിരയുണ്ട്. കുതിരയുടെ പേര് ഇട്ടിരിക്കുന്നത് ലോട്ടി എന്നാണ്. എനിക്ക് സത്യം പറഞ്ഞ പേരാണ്. ഒരു ഷയർ ഹോഴ്സ് ആണ്. ഇഷ്ടപ്പെട്ടില്ല.
തൊടുന്ന ഇഷ്ടമല്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ തൊടാൻ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ഗോട്ടണത്തിൽ പെട്ട ഒരു ആനിമലാണ്. ഇതിൻ്റെ പേര് ലാമ. ലാമ എന്നാണ് ഇതിൻ്റെ പേര്. ആക്ച്വലി ഇവിടുന്ന് ഇവരുടെ ഫീഡ് വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളും കൊടുക്കാൻ പാടില്ല എന്നാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല. അത് ഫീഡ് സാധാരണ ആൾക്കാർ ഫീഡ് വാങ്ങിച്ച് കൊണ്ട് കൊടുക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് കൈ കാണിക്കുമ്പോഴേക്കും വരുന്നത്. ഇതിനൊക്കെ ഓരോന്നിനും പേരിട്ടിട്ടുണ്ട് കേട്ടോ. ഇവർ പ്രത്യേകതരം സംഭവം പ്രത്യേകതരം ഒരു ആടുമല്ല കുതിരയല്ല, അതിനാണ് പേര് ലാമ. പ്രത്യേകതരം ജീവി. ഇതിനൊക്കെ ബോബ്, മാർഷൽ, സ്റ്റോം, പിന്നെന്താ അങ്ങനെ കുറെ പേരിട്ടിട്ടുണ്ട്. അപ്പൊ ആരെ ബോബാണോ? ബോബിനോട് ചോദിച്ചാലോ ബോബ്, ഹേയ് ബോബ്, ഹേയ് ബോബ്. ഇതാണെന്ന് തോന്നുന്നു. ബോബ് അറിയില്ല. ഇത് ബോബാണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. എല്ലാരും വരുന്നുണ്ടല്ലോ. ബോബെന്ന് വിളിച്ചപ്പോ എല്ലാരും എനിക്കൊന്നും ഇത് കഴിക്കും തോന്നുന്നുണ്ട്. അത് അതിന് വാടിച്ചു. ഡോങ്കീസാണ്, കഴുതകള്. അതിൻ്റെ പേരിട്ടിട്ടുണ്ട് ഇവര് ജിമ്മി ഫ്ലോ. ജിമ്മി ഫ്ലോ ഭയങ്കര ബിസിയാണ്. കഴിക്കുന്നതിന് ഭയങ്കര ബിസിയാണ്. പുള്ളി തിരിഞ്ഞു നോക്കുന്നില്ല. മറ്റേ ആൾ എവിടെയാണോ? ഇത് വേറൊരു ടൈപ്പ് ഗോട്ടാണ്, പിഗ്മി ഗോട്ട്. Dude, Alice tricks buttons, curly. Who is Betty? Attendance, please. അവിടെ ചെറുതുണ്ട്, ചെറുതുകൾ കുറെ ഉണ്ട്. നമ്മളിത് അവിടെ ഒരു കേജിന്റെ മുന്നിലെത്തിയ യൂറോപ്യൻ ഈഗിൾ ഔൾ എന്നാണ് ഇതിന്റെ പേര്. ഓസ്കാർ എന്നാണ് ഇതിന്റെ പേര്. ഇതാ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ? യൂറോപ്യൻ ഈഗിൾ ഔൾ. നല്ല വലിപ്പമുണ്ട്. സാധാരണ നമ്മൾ ഔളിനെ കാണുന്ന കുഞ്ഞു സാധനമല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. ഈ വലിപ്പമുണ്ട്. ഈ വലിപ്പം ഇത് ഒരു ടൈപ്പ് പിഗ് ആണ്. This is called Kune Kune pigs. ചട്നി പിക്കിൾ റെസിൻ. ഇത് മൂന്നെണ്ണത്തിന്റെ പേര് ചട്നി പിക്കിൾ റെസിൻ. ഇന്ത്യക്കാരെ ഒരു പേരാണ് തോന്നുന്നത്.
നല്ല വലിയ പന്നികള്. ഭയങ്കര തിക്ക് ഹെയറാണ്. ചട്നി. ഇവിടെ വേറെ നമുക്ക് കുറച്ച് ഗോഡ്സ് ഉണ്ട്. ഭയങ്കര ആക്റ്റീവാണല്ലോ ആൾക്കാർ വരുമ്പോഴത്തേക്കിനും. ഇഷ്ടപ്പെട്ടില്ല, തീറ്റ കിട്ടിയില്ല എന്നാണോ പ്രശ്നം? അതാണോ? സോറി, ഈ ആടുകൾക്ക് മലയാളം അറിഞ്ഞൂടാ. ബട്ടർകപ്പ്, ഒലിവ്, ആഗ്നസ്, അങ്ങനെ കുറെ പേരുണ്ട്. ഇത് ബോയർ ഗോഡ്സ് എന്ന് പറയും കേട്ടോ. തള്ളഗോട്ടും പിന്നാലെ കുറച്ച് കുഞ്ഞു ഗോഡ്സും. നമ്മളിപ്പോൾ കാണുന്നത് മയിലും ആടുകളും തമ്മിലുള്ള എന്താ പറയാ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോകുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അല്ല, ആടുകളും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, മയിലുകളും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇങ്ങനെ നടക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ. വേറൊരു ടൈപ്പ് ബോട്ടാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല, സത്യമായിട്ടും. വേറെ ടൈപ്പ് ബോട്ട്, പേര് എനിക്കറിയത്തില്ല. ഫീഡിന് വേണ്ടി വരുക. തണുക്കുന്നുണ്ടോ? ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ലേ, ഇല്ലാത്ര. അവിടെ ഷീപ്പ്. ഒരു ചെമ്മരിയാട്, ഒന്നുമില്ല, കുറെ ചെമ്മരിയാടുകളുണ്ട് അവിടെ. ചെമ്മരിയാടും അതിന്റെ പിള്ളേരും. ചെമ്മരിയാടിന്റെ പിള്ളേരെ കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടി ഷീപ്പിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലത്തെ ക്യൂട്ട്നെസ് ഉണ്ട്. ഇവിടെ നിറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷീപ്പ്, ഗോഡ്സ്, അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഷീപ്പിന്റെ ഈ സാധനം ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ഈ കോട്ടിന്റെ ഇതിലൊക്കെ തൊടുന്ന പോലെ ഉണ്ട്. ഭയങ്കര വാമ ഇവരുടെ എന്താ പറയാ ഈ ഒരു ഇത്. അവരുടെ ഫറ് ഭയങ്കര വാമ. അപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ സാധനം എടുത്ത് കോട്ടുണ്ടാക്കുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു എന്താ എമു അല്ലേ, എമു ഇനത്തിൽപ്പെട്ട ഒരു സാധനം തോന്നുന്നുണ്ട്. അത് കാങ്കരു ഉണ്ട് കേട്ടോ, കണ്ടോ? രണ്ടുപേരും ഉപദ്രവമില്ലാണ്ട് ജീവിച്ചുകൊണ്ട് കുത്തും തോന്നുന്നുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ ഗ്രേവ്സ് പാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഷെഫീൽഡിലുള്ളവർ മെയിനായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. മുന്നേ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇനി വരാൻ എന്താ പറയുക, ഇത് വരാനൊരു മോട്ടിവേഷൻ ആവട്ടെ. കാരണം നല്ലൊരു സ്ഥലമാണ്, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിന്നെ വേണമെങ്കിൽ ഡൊണേഷൻസ് കൊടുക്കാം ഇവിടെ. പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആവുന്നതായിരിക്കും. ബൈ ഫ്രം പച്ചപ്പരിഷ്കാരി. അപ്പോഴേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. Please subscribe, like and comment and share this video.